നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വൻ വിജയത്തിന് പിന്നാലെ കേരളത്തിൽ പുതിയ സർക്കാർ രൂപീകരണത്തിനുള്ള നടപടികളിലേക്ക് കടന്ന UDF. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായി AICC നേതാക്കൾ MLA-മാരുടെ അഭിപ്രായം തേടും. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ CPM-ലും CPI-ലും ഉൾപാർട്ടി ചലനങ്ങൾ. തൃശൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയം തിരിച്ചടിയായെന്ന CPI-ൽ വിമർശനം. പരാജയം വിലയിരുത്താൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ ചേരും. ജില്ലയിൽ മുന്നണികൾക്ക് ലഭിച്ച വോട്ടിംഗ് ശതമാനത്തിൽ LDF-നൊപ്പം പിടിച്ച UDF. സീറ്റുകളുടെ എണ്ണത്തിൽ മുന്നേറാൻ കഴിയാത്തത് UDF-ൽ നിരാശ. ഫലപ്രഖ്യാപനം കഴിഞ്ഞിട്ടും മണലൂരിൽ വിവാദങ്ങൾ കനക്കുന്നു. കോടതിയെ സമീപിക്കാനൊരുങ്ങി TN പ്രതാപൻ. അപരൻ പിടിച്ച 184 വോട്ടുകളും ഫലത്തെ സ്വാധീനിച്ചു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞു. മച്ചാട് ഗോപാലൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ഇടഞ്ഞ ആന തെങ്ങ് മറിച്ചിട്ടു. സംസ്ഥാനത്തെ ഹോട്ടലുകൾ നാളെ അടച്ചിടും. LPG വിലവർധനയിൽ പ്രതിഷേധിച്ചാണ് ഹോട്ടലുകൾ അടച്ചിടുന്നത്. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ചലച്ചിത്ര നടൻ സന്തോഷ് K. നായർ അന്തരിച്ചു. വിടവാങ്ങിയത് വില്ലൻ വേഷങ്ങളിൽ ശ്രദ്ധേയനായ നടൻ. വാർത്തകൾ വിശദമായി. വൻ വിജയത്തിന് പിന്നാലെ കേരളത്തിൽ പുതിയ സർക്കാർ രൂപീകരണത്തിനുള്ള നടപടികളിലേക്ക് കടന്ന UDF. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായി AICC നേതാക്കൾ MLA-മാരുടെ അഭിപ്രായം തേടും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണനയിൽ 3 നേതാക്കൾ: VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ. 3 പേർക്കു വേണ്ടിയും നേരത്തെ തന്നെ അനുയായികൾ കളത്തിലുണ്ട്. ഫലം വരും മുൻപേ സമൂഹമാധ്യമങ്ങളിൽ വാഴ്ത്തുപാട്ടുകൾ നിറഞ്ഞു. എന്നാൽ ഇതൊന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് മുഖവിലക്കെടുക്കുന്നില്ല. കോൺഗ്രസിലെ കീഴ്വഴക്കവും നടപടിക്രമങ്ങളും പാലിച്ച് തീരുമാനമെടുക്കുമെന്നാണ് AICC നേതൃത്വത്തിന്റെ നിലപാട്. MLA-മാരുടെ അഭിപ്രായത്തിനൊപ്പം MP-മാരുമായും AICC നിരീക്ഷകർ കൂടിയാലോചന നടത്തും. സംസ്ഥാനത്തെ സീനിയർ നേതാക്കളുടെ അഭിപ്രായവും തേടും. ചർച്ചകൾക്കൊടുവിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും. അതിനിടെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ കോൺഗ്രസിൽ ഊർജിതമായി. സണ്ണി ജോസഫ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, K. മുരളീധരൻ, N. ശക്തൻ എന്നീ സീനിയർ നേതാക്കളെ ക്യാബിനറ്റിലേക്ക് പരിഗണിക്കും. KPCC വർക്കിംഗ് പ്രസിഡന്റുമാരായ PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ എന്നിവരും മന്ത്രിമാരായേക്കും. കോട്ടയത്തുനിന്ന് ചാണ്ടി ഉമ്മനും എറണാകുളത്തുനിന്ന് മാത്യു കുഴൽനാടനും സാധ്യതയുണ്ട്. TJ വിനോദ്, T. സിദ്ദിഖ് എന്നിവരുടെ പേരുകളും ചർച്ചകളിൽ കേൾക്കുന്നു. വനിതാ നേതാക്കളിൽ ബിന്ദു കൃഷ്ണയും ഷാനിമോൾ ഉസ്മാനുമാണ് സാധ്യതാ പട്ടികയിലുള്ളത്. ഒരു MLA മാത്രമുള്ള പാർട്ടികൾക്ക് ടേം വ്യവസ്ഥയിൽ മന്ത്രിസ്ഥാനം നൽകാനും കോൺഗ്രസിൽ ആലോചനയുണ്ട്. മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരെ ലഭിച്ചേക്കും. 7 സീറ്റിൽ വിജയിച്ചതോടെ 2 മന്ത്രിസ്ഥാനം ആവശ്യപ്പെടാനാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ തീരുമാനം. ഇരിങ്ങാലക്കുടയിൽ നിന്നുള്ള തോമസ് ഉണ്ണിയാടനെ ചീഫ് വിപ്പ് സ്ഥാനത്തേക്ക് പാർട്ടി പരിഗണിച്ചേക്കും. ന്യൂസ് ഡെസ്ക് TCV. മുഖ്യമന്ത്രി ചർച്ചകൾക്ക് പുറമെ അടുത്ത പ്രതിപക്ഷ നേതാവ് ആരായിരിക്കുമെന്ന ചർച്ചകളും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവം. പ്രതിപക്ഷ നേതൃസ്ഥാനം പിണറായി വിജയൻ ഏറ്റെടുക്കുമോ എന്നതിലാണ് ആകാംക്ഷ. പിണറായി സ്ഥാനം ഏറ്റെടുത്തില്ലെങ്കിൽ KN ബാലഗോപാലിന്റെ പേരാണ് ചർച്ചകളിൽ ഉയർന്നുകേൾക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ പിണറായി വിജയൻ അതിവേഗം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിരുന്നു. പ്രത്യേക ദൂതൻ വഴിയാണ് രാജിക്കത്ത് ഇന്നലെ രാജ്ഭവനിലെത്തിച്ചത്. മുഖ്യമന്ത്രിയുടെ രാജി സ്വീകരിച്ച ഗവർണർ പുതിയ സർക്കാർ അധികാരമേൽക്കുന്നതുവരെ കാവൽ മുഖ്യമന്ത്രിയായി തുടരാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ CPM-ലും CPI-ലും ഉൾപാർട്ടി ചലനങ്ങൾ. തൃശൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയം തിരിച്ചടിയായെന്നാണ് CPI-ൽ ഉയരുന്ന വിമർശനം. പരാജയം വിലയിരുത്താൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ ചേരും. തൃശൂർ ജില്ലയിൽ CPI-ക്ക് 2 സീറ്റുകളാണ് നഷ്ടമായത്. കൊടുങ്ങല്ലൂർ, തൃശൂർ മണ്ഡലങ്ങൾ നഷ്ടപ്പെടാനിടയായതിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. തൃശൂരിൽ ആലങ്കോട് ലീലാകൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കിയത് തിരിച്ചടിയായെന്നാണ് ഒരു വിഭാഗത്തിന്റെ വിമർശനം. സ്ഥാനാർത്ഥി ചർച്ചകളിൽ മുന്നിലുണ്ടായിരുന്ന ചില പേരുകൾ വെട്ടാൻ ആലങ്കോടിനെ കരുവാക്കിയെന്നാണ് ആരോപണം. ഒരു തവണ മാത്രം MLA-ആയ P. ബാലചന്ദ്രനെ മാറ്റാനുള്ള കാരണം അണികളെ ബോധ്യപ്പെടുത്താനായില്ലെന്നാണ് മറ്റൊരു വിമർശനം. കൊടുങ്ങല്ലൂരിൽ VR സുനിൽകുമാറിന് പകരം മറ്റൊരാളെ പരിഗണിക്കണമെന്ന ആവശ്യത്തോടും നേതൃത്വം മുഖം തിരിച്ചു. നാദാപുരം, അടൂർ, പീരുമേട്, ചാത്തന്നൂർ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയം പാളിയെന്ന ചർച്ചകൾ CPI-ക്കുള്ളിൽ സജീവമായിട്ടുണ്ട്. CPI എക്സിക്യൂട്ടീവ് സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ ചേർന്ന് പരാജയം വിലയിരുത്തും. CPM-ഉം തെരഞ്ഞെടുപ്പ് തോൽവി ആഴത്തിൽ പരിശോധിക്കാനൊരുങ്ങുകയാണ്. പാർട്ടി കോട്ടകളിലെ തിരിച്ചടി പ്രത്യേകം പരിശോധിക്കും. നേതൃത്വത്തിന്റെ നയപരമായ പാളിച്ചകളും വിലയിരുത്തും. ന്യൂസ് ഡെസ്ക് TCV. കേരള രാഷ്ട്രീയത്തിന്റെ വർഗപരമായ ഉള്ളടക്കത്തിൽ വലിയ വ്യത്യാസമുണ്ടാക്കുന്ന ജനവിധിയെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം AV ജയരാഘവൻ.
എല്ലാ വർഗീയതയും ഉപയോഗപ്പെടുത്തിയാണ് കോൺഗ്രസ് വിജയം നേടിയത്. ഇടതുപക്ഷ വിരുദ്ധമായ എല്ലാ സ്ഥാപിത താൽപര്യങ്ങളും പ്രവർത്തിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇരിങ്ങാലക്കുടയിൽ ബിജെപിയുടെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. കുറഞ്ഞ ബിജെപി വോട്ട് UDF സ്ഥാനാർത്ഥിയുടെ പെട്ടിയിൽ കാണാനുണ്ടെന്നും A. വിജയരാഘവൻ കൂട്ടിച്ചേർത്തു. ജില്ലയിൽ മുന്നണികൾക്ക് ലഭിച്ച വോട്ടിംഗ് ശതമാനത്തിൽ LDF-നൊപ്പം പിടിച്ച UDF. അതേസമയം സീറ്റുകളുടെ എണ്ണത്തിൽ മുന്നേറാൻ കഴിയാത്ത UDF-ന് നിരാശ സമ്മാനിച്ചു. ജില്ലയിൽ 40.32% വോട്ട് നേടി LDF ഒന്നാമതെത്തിയപ്പോൾ 40.21% വോട്ട് UDF-ഉം പിടിച്ചു. 17.94% NDA-യുടെ വോട്ട് വിഹിതം. ചെറുകക്ഷികളും സ്വതന്ത്രരും ചേർന്ന് 1.53% വോട്ട് നേടി. ജില്ലയിൽ ആകെ പോൾ ചെയ്ത 19,82,752 വോട്ടുകളിൽ LDF-ന്റെ അക്കൗണ്ടിലെത്തിയത് 7,99,499 വോട്ടുകൾ. 7,97,391 വോട്ടുകൾ UDF-ഉം സ്വന്തമാക്കി. ഇരു മുന്നണികളും തമ്മിലുള്ള വ്യത്യാസം 2,108 വോട്ട് മാത്രം. 3,55,757 വോട്ടാണ് NDA നേടിയത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് UDF വോട്ടുകളിൽ 1.25 ലക്ഷത്തിലധികം വർധനവുണ്ട്. NDAയ്ക്ക് 1/4 ലക്ഷത്തോളം വോട്ടും കൂടി. എന്നാൽ 2021 താരതമ്യം ചെയ്യുമ്പോൾ LDF അക്കൗണ്ടിൽ 1,30,500 വോട്ട് കുറവ് വന്നിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5.5 ലക്ഷം വോട്ട് നേടിയ NDAയ്ക്ക് ഈ നിയമസഭാ പോരാട്ടത്തിൽ 2 ലക്ഷത്തോളം വോട്ട് കുത്തനെ കുറഞ്ഞു. UDF-ഉം LDF-ഉം ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുകയും ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് കണക്ക് നോക്കിയാലും NDAയ്ക്കാണ് നഷ്ടം. ന്യൂസ് ഡെസ്ക് TCV. ഫലപ്രഖ്യാപനം കഴിഞ്ഞിട്ടും മണലൂരിൽ വിവാദങ്ങൾ കനക്കുന്നു. തിരഞ്ഞെടുപ്പ് ഫലം കോടതി കയറുമെന്നുറപ്പായി. അതേസമയം TN പ്രതാപന്റെ അപരൻ പിടിച്ച 184 വോട്ടുകളും ഫലത്തെ സ്വാധീനിച്ചു. 126 വോട്ടിന്റെ നേരിയ ഭൂരിപക്ഷത്തിലാണ് മണലൂരിൽ CPM-ലെ പ്രൊഫസർ C. രവീന്ദ്രനാഥ് വിജയിച്ചത്. കോൺഗ്രസിലെ കരുത്തൻ TN പ്രതാപനുമായി ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിലായിരുന്നു ഇടതിന്റെ വിജയം. ഭൂരിപക്ഷം പ്രഖ്യാപിക്കുന്നതിൽ അവ്യക്തതയുണ്ടായിരുന്നു. ഒടുവിൽ 126 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രവീന്ദ്രനാഥ് മുന്നിലെത്തി. ഇതോടെ TN പ്രതാപൻ കൗണ്ടിംഗ് സ്റ്റേഷനിലെത്തി 5 VVPAT മെഷീനുകൾ വീണ്ടും എണ്ണാൻ ആവശ്യപ്പെടുകയായിരുന്നു. 200ഓളം തപാൽ വോട്ടുകൾ രണ്ടാമതും എണ്ണണമെന്നും പ്രതാപൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തീരുമാനം പ്രതാപന് അനുകൂലമായില്ല. തപാൽ വോട്ടുകൾ ക്രമാതീതമായി അസാധുവാക്കപ്പെട്ടതിൽ അസ്വാഭാവികതയുണ്ടെന്നാണ് ഇപ്പോൾ UDF ആരോപിക്കുന്നത്. ഇതിനെതിരെ നിയമ പോരാട്ടം നടത്താനാണ് തീരുമാനം. ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുമെന്ന് UDF കേന്ദ്രങ്ങൾ അറിയിച്ചു. അതേസമയം TN പ്രതാപന്റെ അപരൻ പ്രതാപൻ 184 വോട്ടുകൾ നേടിയത് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിർണായകമായി. പ്രൊഫസർ C. രവീന്ദ്രനാഥിന്റെ അപരൻ K. രവീന്ദ്രനാഥ് 234 വോട്ടുകളും നേടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് TCV. തൃശൂരിൽ BJP-യെ തളച്ചെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. മോദി ഉൾപ്പെടെ 46 VIP-കൾ തൃശൂരിൽ വന്നിട്ടും BJP തറപറ്റി. സുരേഷ് ഗോപി ജയിച്ച സ്ഥലത്താണ് കോൺഗ്രസ് ഭിന്നിച്ചത്. എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചുവെങ്കിൽ പരിശോധിക്കുമെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. തോൽവി പറ്റിയ സ്ഥലങ്ങളിലൊക്കെ പാർട്ടിക്ക് അതിൻ്റെ ഒരു നടപടിക്രമമുണ്ട്. പാർട്ടി അത് പ്രഖ്യാപിക്കും, അന്വേഷിക്കും, വേണ്ട നടപടികൾ. പിന്നെ ഇവിടെ UDF-ന് നില മെച്ചപ്പെടുത്താൻ പറ്റി എന്നുള്ളത് സത്യമാണ്. ഒരു സീറ്റിൽ നിന്നുള്ളത് 4 സീറ്റാക്കിയിട്ടുണ്ട്. അതിലും വിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു MP-യെ സമ്മാനിച്ച ജില്ലയാണ് തൃശ്ശൂർ. അവിടെ BJP-യെ 3-ാം സ്ഥാനത്തേക്ക് വിടാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. ആ പോരാട്ടത്തിൽ ഞങ്ങൾ വിജയിച്ചു. ഇത്ര വലിയ തിരുവനന്തപുരത്ത് 2 സീറ്റ് BJP-ക്ക് നേടിയെടുത്തു. ഇവിടെ MP-യെ ജയിപ്പിച്ച സ്ഥലമാണ്. പാർലമെൻറ്റിൽ MP ജയിച്ചു പോയ സ്ഥലത്ത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 1-ാം സ്ഥാനത്തെത്താൻ സാധിച്ചു. ഇപ്പോൾ BJP പാർലമെൻറ്റ് സെക്ടറിൽ 6 സ്ഥലത്ത് BJP 1-ാം സ്ഥാനത്തായിരുന്നു, ഞങ്ങൾ 3-ാം സ്ഥാനത്തായിരുന്നു. അവിടെ BJP-യെ 3-ാം സ്ഥാനത്താക്കാൻ സാധിച്ചു. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് BJP-യെ തടഞ്ഞു നിർത്താൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ നേട്ടം. ഒല്ലൂരിലെ പരാജയത്തെക്കുറിച്ച് പഠിക്കുമെന്ന UDF സ്ഥാനാർത്ഥിയായിരുന്നു അഡ്വക്കേറ്റ് ഷാജി കോടങ്ങണ്ടത്ത്. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ KPCC തലത്തിൽ അന്വേഷണം നടത്തും. തൃശൂരിൽ 4 സീറ്റിൽ ഒതുങ്ങിയതിൽ നേതാക്കൾക്ക് പ്രയാസമുണ്ടെന്നും ഷാജി കോടങ്ങണ്ടത്ത് പറഞ്ഞു. പരാജയത്തെക്കുറിച്ച് ഞങ്ങൾ പഠിക്കും. എന്തായാലും സംഘടനാ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായി അതിനെക്കുറിച്ച് പഠിക്കും. നേതാക്കളുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുക. എന്തായാലും തൃശ്ശൂർ കേരളം ഇത്രയും വലിയ വിജയം ഉണ്ടായപ്പോൾ തൃശ്ശൂരിലത്തെ
4 സീറ്റിൽ ഒതുങ്ങിയതിൽ പാർട്ടി പ്രവർത്തകർക്കും നേതാക്കൾക്കും ഒക്കെ വിഷമമുണ്ട്. പുല്ലൂരിൽ തോൽവി ഉണ്ടായതിനെ സംബന്ധിച്ച് മറ്റേ പാണഞ്ചേരിയും പുത്തൂരും നമ്മൾ പ്രതീക്ഷിച്ച ലീഡ് വന്നില്ല. അതുപോലെ തന്നെ മാടക്കത്തറ ഈ തരംഗത്തിൽ പോലും 4000 ചില്ലാനം വോട്ടിന് LDF ലീഡ് വന്നു. നമ്മൾ 2500 വോട്ടിലേക്ക് അത് കുറയ്ക്കാൻ പറ്റുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. CPM-ന്റെ ധിക്കാരത്തിനും ധാർഷ്ട്യത്തിനുമുള്ള മറുപടിയാണ് തിരഞ്ഞെടുപ്പിൽ ജനം നൽകിയതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും നിയുക്ത കൊടുങ്ങല്ലൂർ MLA-യുമായ OJ ജനീഷ്. PR വർക്ക് കൊണ്ട് ജനങ്ങൾക്കൊന്നും കിട്ടിയില്ല. 10 വർഷത്തെ അധികാര ധാർഷ്ട്യത്തിനെയാണ് ജനം ചെവിക്ക് പിടിച്ച് പുറത്താക്കിയത്. കോൺഗ്രസിനെ പരിഹസിച്ചവർ ഇപ്പോൾ വനവാസത്തിന് പോകേണ്ട ഗതികേടിലാണ്. ഒരു PR പ്രവർത്തനം കൊണ്ടൊന്നും ജനങ്ങളുടെ പ്രയാസങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കില്ല. ജനം മണ്ടന്മാരല്ല എന്ന് തെളിയിച്ചൊരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ജനത്തിന് കാര്യങ്ങളെയൊക്കെ വിലയിരുത്താൻ സാധിക്കുമെന്ന് ഇനിയെങ്കിലും ഇടതുമുന്നണി മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. മുഖ്യമന്ത്രിക്ക് പോലും ഒന്ന് ശ്വാസം വിടാൻ 5 റൗണ്ടുകൾ പൂർത്തീകരിക്കപ്പെടേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ധർമ്മടത്ത് പോലും ജനങ്ങൾ മാറി ചിന്തിച്ചൊരു തെരഞ്ഞെടുപ്പാണ്. UDF-ന്റെ തരംഗത്തിന്റെ പുറകിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കേരളം മുഴുവൻ അച്ചടിച്ച് വെച്ച ഒരു ചിത്രത്തിലുള്ള മുതലാളിയാണ്. അത് മറ്റാരുമല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ചിത്രം ഒരു 10 ഇടത്തും കൂടി കൂടുതൽ അടിച്ചു വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി സീറ്റിൽ UDF വിജയിച്ചിരുന്ന സാഹചര്യം ഉണ്ടായത്. UDF-ന്റെ വിജയം വർഗീയതയുടെ കൂട്ടുപിടിച്ചാണെന്ന ഇടതുപക്ഷത്തിന്റെ വാദം തോൽവിക്കുള്ള കേവലം ന്യായീകരണം മാത്രമാണ്. ന്യൂനപക്ഷമെന്നോ ഭൂരിപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ സകലമാന പൗരന്മാരും, കേരളത്തിലെ വോട്ടവകാശമുള്ള പൗരന്മാർ UDF-നോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ച ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ്. അതിന് വർഗീയതയുടെ ചാപ്പ കുത്താൻ ശ്രമിക്കുന്നത് എല്ലാ കാലഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് പരാജയപ്പെടുമ്പോൾ CPM കണ്ടെത്തുന്ന ഒരു ക്യാപ്സ്യൂളാണ്. അതൊന്നും ഇനി കേരളത്തിൽ ഓടാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ജനം നൽകിയ മികച്ച വിജയം UDF-ന്റെ ഉത്തരവാദിത്തം കൂട്ടി. കൊടുങ്ങല്ലൂരിലെ തന്റെ വിജയം UDF തരംഗത്തിനൊപ്പം മണ്ഡലത്തിലെ വികസന മുരടിപ്പിനുള്ള ജനവികാരമാണെന്നും ജനീഷ് തൃശ്ശൂരിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് എല്ലായിടത്തും ആഞ്ഞടിച്ച ഒരു തരംഗം അവിടെയും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണ മുരടിപ്പ്, വികസന മുരടിപ്പാണ് പ്രധാനമായും അവിടെ ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയത്. വലിയ കോട്ടയാണ്, ഇടതുപക്ഷത്തിന് മാത്രം വിജയിക്കാൻ സാധിക്കുന്ന ഒരു സീറ്റാണ് എന്നുള്ള പ്രചരണമൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അതൊരു കോട്ടയല്ല. ജനാധിപത്യത്തിൽ കോട്ടകൾക്കൊന്നും ഒരു സ്ഥാനമില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് തെളിയിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മന്ത്രിസഭയിൽ യൂത്ത് കോൺഗ്രസിന് അംഗങ്ങൾ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് കൈപ്പത്തിയിൽ മത്സരിച്ച് വിജയിച്ച യുവാക്കൾക്ക് പ്രാതിനിധ്യം ഉണ്ടാകുമെന്നായിരുന്നു ജനീഷിന്റെ മറുപടി. എന്നോടൊപ്പം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയിൽ നിന്ന് സ്ഥാനാർത്ഥികളായ ബഹുഭൂരിപക്ഷം ആളുകളും വിജയിച്ചു. നാദാപുരത്തും അതോടൊപ്പം തന്നെ ആറന്മുളയിലും അടക്കമുള്ള സീറ്റുകളിലൊക്കെ തന്നെ വിജയിച്ചു വരുന്ന സാഹചര്യമുണ്ടായി. കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ആളുകളിൽ നിന്ന് മന്ത്രിമാരുണ്ടാകും. യൂത്ത് കോൺഗ്രസിന് കോട്ടയൊന്നും അങ്ങനെ കഴിഞ്ഞ കാലഘട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എങ്കിൽ കൂടി മന്ത്രിസഭയ്ക്കകത്ത് പ്രാതിനിധ്യങ്ങളുണ്ടാകും. അത് യുവ പ്രാതിനിധ്യങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. യൂത്ത് കോൺഗ്രസിന് ടാഗ്ലൈനിൽ കെട്ടേണ്ട കാര്യമില്ല. തൃശൂർ DCC ഓഫീസിലെത്തിയ ജനീഷിന് പ്രവർത്തകർ ഷാളണിയിച്ചും ബൊക്കെ നൽകിയും സ്വീകരിച്ചു. TCV തൃശൂർ. ഇടവേള. Discover la Vraico there, la crème de la fraîcheur. French Diary Ice Creams, a taste factory. വാർത്തയിലേക്ക്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞു. ഇന്നു പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. മച്ചാട് ഗോപാലൻ എന്ന ആനയാണ് ഇടഞ്ഞത്. വിളക്കെഴുന്നള്ളിപ്പിന് ശേഷം ദേവസ്വത്തിന്റെ സ്ഥലമായ മഹാത്മാ ലൈബ്രറിക്ക് സമീപമുള്ള പറമ്പിൽ തളച്ചിരുന്ന ആനയാണ് ഇടഞ്ഞത്. പറമ്പിലെ തെങ്ങിൽ തളച്ചിരുന്ന ആന തെങ്ങ് മറിച്ചിട്ടു. എലിഫന്റ് സ്ക്വാഡ് അംഗങ്ങളും പാപ്പാന്മാരും ചേർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ആനയെ തളച്ചത്. ഇത്തവണത്തെ ഉത്സവത്തിനിടെ ഇത് 3ാം തവണയാണ് ആന ഇടയുന്നത്. വെള്ളിയാഴ്ച വാഴ്വാടി കാശിനാഥൻ എന്ന ആന ഇടഞ്ഞ് പാപ്പാനെ ചവിട്ടി കൊലപ്പെടുത്തിയിരുന്നു. അതിന് തൊട്ടു ദിവസം ഗുരുവായൂർ ദേവദാസ് എന്ന ആന ഇടഞ്ഞ് പാപ്പാനെ ഓടിപ്പിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഉത്സവത്തിൽ പങ്കെടുക്കാതെ തിരിച്ചയച്ചു. തുടർന്നാണ് ഇന്ന് മച്ചാട് ഗോപാലനും ഇടഞ്ഞത്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ വലിയ വിളക്ക് നാളെ ആഘോഷിക്കും. വെള്ളിയാഴ്ച കൂടപ്പുഴ ആറാട്ടുകടവിൽ നടക്കുന്ന ആറാട്ടോടെ ഈ വർഷത്തെ ഉത്സവത്തിന് സമാപനമാകും. ഈ വർഷത്തെ ഉത്സവത്തിലെ അവസാന വിളക്കാഘോഷമാണ് ബുധനാഴ്ച നടക്കുക. സന്ധ്യയോടെ ക്ഷേത്രവും പരിസരവും ലക്ഷദീപങ്ങളാൽ നിറയും. ആൽത്തറയിലും കൊട്ടിലായ്ക്കൽ പറമ്പിലെ ദേവസ്വം കെട്ടിടത്തിലും ദീപം തെളിയിക്കും. വൈകിട്ട് നടക്കുന്ന വിളക്കാഘോഷം ദർശിക്കാൻ ആയിരങ്ങളാണ് സംഗമേശ്വര സന്നിധിയിലേക്ക് ഒഴുകിയെത്തുക. രാത്രി നടക്കുന്ന വിളക്കെഴുന്നള്ളിപ്പിന് 17 ഗജവീരന്മാർ അണിനിരക്കും. പെരുവനം കുട്ടന്മാരാർ മേളപ്രമാണം വഹിക്കും. വ്യാഴാഴ്ച ക്ഷേത്രത്തിൽ പള്ളിവേട്ട നടക്കും. വർഷത്തിലാദ്യമായി ഭഗവാൻ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് നിന്ന് പുറത്തേക്കിറങ്ങുക പള്ളിവേട്ട ദിവസമാണ്. പുറത്തിറങ്ങുന്ന ഭഗവാന് കേരള പോലീസ് റോയൽ സല്യൂട്ട് നൽകി ആദരിക്കും. തുടർന്ന് 3 ഗജവീരന്മാരുടെ അകമ്പടിയോടെ ആൽത്തറയിലേക്ക് വേട്ടയ്ക്കായി പുറപ്പെടുന്നു.
ആൽത്തറയിൽ ദുഷ്ടമൃഗത്തെ വേട്ടയാടിയ ശേഷം ക്ഷേത്രത്തിലേക്ക് തിരിക്കും. തുടർന്ന് പഞ്ചവാദ്യം ആരംഭിക്കും. ദേവസ്വം ഓഫീസിന് മുന്നിലുള്ള പന്തലിലെത്തിയ ശേഷം പാണ്ടിമേളം ആരംഭിക്കുകയും മേളത്തിന്റെ അകമ്പടിയോടെ ഭഗവാൻ ക്ഷേത്രത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നതോടെ പള്ളിവേട്ട ചടങ്ങ് പൂർത്തിയാകും. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിൽ 7ാം ഉത്സവം ആഘോഷിച്ചു. ശിവേലിക്ക് പല്ലാട്ട് ബ്രഹ്മദത്തൻ ഭഗവാന്റെ തിടമ്പേറ്റി. പാറമേക്കാവ് കാശിനാഥനും ബാസ്റ്റ്യൻ വിനയസുന്ദർ കൂട്ടാനകളുമായിരുന്നു. കിഴക്കൂട്ട് അനിയന്മാരാർ ശിവേലിക്ക് മേള പ്രമാണികത്വം വഹിച്ചു. രാവിലത്തെ ശിവേലി എഴുന്നള്ളത്തും രാത്രിയിലെ വിളക്കും ദർശിക്കാൻ ആയിരങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. 8 വിളക്കിനും 8 ശിവേലിക്കും 17 ആനകൾ അണിനിരക്കും. പഞ്ചാരി മേളവും ഉണ്ടാകും. ഭഗവാന്റെ തിടമ്പ് പുറത്തേക്ക് എഴുന്നള്ളിച്ച് നാലമ്പലത്തിന് ചുറ്റും 4 പ്രദക്ഷിണം ചെയ്തതിനു ശേഷമാണ് പഞ്ചാരി മേളത്തിന്റെ പതികാലത്തിന് കിഴക്കേ നടപ്പുരയിൽ കേളികൊട്ടുയരുന്നത്. 100ഓളം കലാകാരന്മാരാണ് പഞ്ചാരി മേളത്തിൽ അണിനിരക്കുന്നത്. വലിയ വിളക്ക് ദിവസമായ നാളെയാണ് പഞ്ചാരി മേളം അവസാനിക്കുന്നത്. സംസ്ഥാനത്തെ ഹോട്ടലുകൾ നാളെ അടഞ്ഞുകിടക്കും. LPG വില വർധനയിൽ പ്രതിഷേധം പുകയുന്നു. മെയ് 6 ബുധനാഴ്ച സംസ്ഥാനത്തെ മുഴുവൻ ഹോട്ടലുകളും അടച്ചിട്ട് സമരം ചെയ്യുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ പറയുന്നു. വാണിജ്യ പാചകവാതക സിലിണ്ടറിനെ 2 ഘട്ടമായി തുക വർദ്ധിപ്പിച്ചതിലൂടെ ഒരു സിലിണ്ടറിന് മാത്രം 1500 രൂപയുടെ അധിക ബാധ്യത വന്നിരിക്കുന്നതായും ഹോട്ടലുകൾ നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണെന്നും അസോസിയേഷൻ പറയുന്നു. തൊഴിലാളികളെ കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുമാത്രമല്ല, സാമ്പത്തിക ബാധ്യത ഉൾപ്പെടെയുള്ള കാരണങ്ങൾ മൂലം നിരവധി ഹോട്ടലുകൾ അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണെന്നും ഇവർ പറയുന്നു. ഇതുമാത്രമല്ല, അടുത്ത ഘട്ടത്തിൽ ഭക്ഷണ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കേണ്ടി വരുമെന്നും ഹോട്ടൽ ഉടമകൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മെയ് 6 ബുധനാഴ്ച സംസ്ഥാനത്തെ മുഴുവൻ ഹോട്ടലുകളും അടച്ചിട്ട് സമരം ചെയ്യുമെന്ന് അസോസിയേഷൻ പറയുന്നു. TCVക്ക് വേണ്ടി ക്യാമറമാൻ റോയിയോടൊപ്പം മുകേഷ് ലാൽ. വാണിജ്യ പാചകവാതക വില വർധനവ് കേന്ദ്ര സർക്കാർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നാളെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി AG's ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തും. നിയുക്ത MLA രാജൻ ജെ പല്ലൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ A പ്രസാദ് മുഖ്യാതിഥിയാവും. 19 കിലോ വാണിജ്യ ഗ്യാസ് സിലിണ്ടറിന് ജനുവരി മാസം മുതൽ കേന്ദ്ര സർക്കാരും എണ്ണ കമ്പനികളും ചേർന്ന് 1442 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഇപ്പോൾ ഒരു കുറ്റി വാണിജ്യ സിലിണ്ടറിന്റെ വില 3102 രൂപയാണ്. ഈ വിലയ്ക്ക് പാചകവാതക വാങ്ങി കച്ചവടം ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് യോഗം വിലയിരുത്തി. സംസ്ഥാന നേതാക്കളായ C ബിജുലാൽ, ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത്, ജില്ലാ നേതാക്കളായ ഉണ്ണികൃഷ്ണൻ അമ്പാടി, VR സുകുമാർ, AC ജോണി, GK പ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. ചലച്ചിത്ര നടൻ സന്തോഷ് K നായർ അന്തരിച്ചു. സന്തോഷ് സഞ്ചരിച്ച വാഹനം ഇന്ന് പുലർച്ചെയാണ് പത്തനംതിട്ട ഏനാത്ത് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ നടനെ അടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ചികിത്സയിലിരിക്കെ ഹൃദയാഘാതത്തെ തുടർന്ന് മരണം സംഭവിക്കുകയായിരുന്നു. മോഹിനിയാട്ടം എന്ന ചിത്രത്തിലാണ് സന്തോഷ് അവസാനമായി അഭിനയിച്ചത്. 100-ലധികം സിനിമകളിലും ചില ടെലിവിഷൻ പരമ്പരകളിലും സന്തോഷ് അഭിനയിച്ചിട്ടുണ്ട്. 1960 നവംബർ 12 തിരുവനന്തപുരത്താണ് സന്തോഷിന്റെ ജനനം. 1982 PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത ഇതു ഞങ്ങളുടെ കഥ എന്ന സിനിമയിലൂടെയാണ് സന്തോഷ് അഭിനയ രംഗത്തേക്കെത്തുന്നത്. ഏപ്രിൽ 18 ഇവിടെ തുടങ്ങുന്നു എന്നീ സിനിമകളിലെ വില്ലൻ വേഷങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടതോടെ തിരക്കുള്ള നടനായി മാറി. 1985 18ഓളം സിനിമകളിൽ സന്തോഷ് അഭിനയിച്ചു. കൊതിതീരും വരെ, ഇത് നല്ല തമാശ എന്ന സിനിമകളിലെ നായകവേഷങ്ങളും ഇതിനിടയിൽ ചെയ്തു. 1986 ഇറങ്ങിയ യുവജനോത്സവം എന്ന സിനിമയിലെ നിസാർ എന്ന പോസിറ്റീവ് റോൾ, 20-ാം നൂറ്റാണ്ട് എന്ന ചിത്രത്തിലെ ജാക്കിയുടെ വലംകൈയായ ലോറൻസ് തുടങ്ങിയ വേഷങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു. മുളമൂട്ടിലടിമ, പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ, കടത്തനാടൻ അമ്പാടി, വിഷ്ണുലോകം, ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി തുടങ്ങിയ സിനിമകളിൽ മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ഏറെക്കാലം ഗുരുവായൂരിനടുത്തുള്ള ഇരിങ്ങപ്പുറത്തായിരുന്നു സന്തോഷ് താമസിച്ചിരുന്നത്. അടുത്ത കാലത്താണ് തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റിയത്. TCV ന്യൂസ്, തൃശൂർ. സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും പുതിയ MLA-മാർ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. MLA-മാരുടെ ചുമതലകളും അവകാശങ്ങളും അറിയാം. ഒപ്പം ഒരു MLA-ക്ക് മാസം എത്ര ശമ്പളം ലഭിക്കുമെന്നും പരിശോധിക്കാം. ഒരു MLA-യുടെ അടിസ്ഥാന ശമ്പളം 2000 രൂപയാണ്.
ഇതിനു പുറമെ മണ്ഡല അലവൻസ്, ഓഫീസ് നടത്തിപ്പ് എന്നിവയ്ക്കായി 25,000, യാത്രാ ചെലവിന് 20,000, ഫോൺ അലവൻസ് 11,000, വിവര അലവൻസ് 4,000, മറ്റു ചിലവുകൾ 8,000 ഇവയുൾപ്പെടെ 70,000 രൂപയാണ് ഒരു മാസം ലഭിക്കുക. നിയമസഭാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നതിന് യാത്രാഭത്തയും ദിനഭത്തയും ലഭിക്കും. ചികിത്സാ സഹായം, വാഹന വായ്പ തുടങ്ങിയ ആനുകൂല്യങ്ങളുമുണ്ട്. സംസ്ഥാനതല പ്രോട്ടോകോളിൽ ക്യാബിനറ്റ് മന്ത്രിമാർക്ക് താഴെയും ചീഫ് സെക്രട്ടറിക്ക് മുകളിലുമാണ് MLAയുടെ സ്ഥാനം. പ്രോട്ടോകോൾ അനുസരിച്ച് സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന റാങ്കുള്ള പോലീസ് ഉദ്യോഗസ്ഥനായ DGPക്ക് മുകളിലാണ് MLA. വിവിധ വിഷയങ്ങൾ സംബന്ധിച്ച് നിയമസഭയിൽ ബില്ലുകൾ അവതരിപ്പിക്കുക, ചർച്ച ചെയ്യുക, നിയമങ്ങൾ നിർമ്മിക്കുക ഇവയിലെല്ലാം പങ്കാളിയാണ് MLA. നിയമസഭാ സമ്മേളനങ്ങളിൽ പൊതുപ്രാധാന്യമുള്ള വിഷയങ്ങൾ ഉന്നയിക്കാം. സംസ്ഥാന ട്രഷറിയിൽ നിന്നുള്ള ഏതൊരു ചെലവിനും നിയമസഭയിൽ അംഗങ്ങൾ അനുമതി നൽകണം. സംസ്ഥാന സർക്കാരിന്റെ നടപടികൾ നിയന്ത്രിക്കുന്നതിന് നിയമസഭാംഗങ്ങൾക്ക് ചോദ്യോത്തരവേള, പ്രമേയങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്താനാകും. സംസ്ഥാന സർക്കാരിന്റെ നടപടികൾ നിയന്ത്രിക്കുന്നതിന് നിയമസഭാംഗങ്ങൾക്ക് ചോദ്യോത്തരവേള, പ്രമേയങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്താനാകും. മണ്ഡല വികസനം, മണ്ഡലത്തിലെ ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണൽ, പൊതുജന സമ്പർക്കം തുടങ്ങിയവയെല്ലാം MLAമാരുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ്. ന്യൂസ് ഡെസ്ക് TCV. UDF പ്രവർത്തകർ കൊടകരയിൽ ആഹ്ലാദ പ്രകടനം നടത്തി. കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രകടനത്തിന് മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി, നേതാക്കളായ MK ഷൈൻ, സദാശിവൻ കുറുവത്ത്, വിനയൻ തോട്ടപ്പള്ളി, VR രഞ്ജിത്ത്, ബിജി ഡേവിസ്, മിനി ദാസൻ എന്നിവർ നേതൃത്വം നൽകി. ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടുതിരുനാളിന് കൊടിയേറി. വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ കൊടിയേറ്റം നിർവഹിച്ചു. ഡോക്ടർ ജോഷി മയ്യാറ്റിൽ വചന സന്ദേശം നൽകി. തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി ദിവ്യബലി, നൊവേന, ആരാധന തുടങ്ങിയവ നടന്നു. ഫാദർ ജോഷി കല്ലറയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഈ മാസം 12-നാണ് ഊട്ടുതിരുനാൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റിൽ വിജയിച്ചതിൽ NDAയുടെ നേതൃത്വത്തിൽ കൊടകരയിൽ ആഹ്ലാദ പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് TV പ്രജിത്ത്, BJP നോർത്ത് കമ്മിറ്റി പ്രസിഡന്റ് OB ബിബിൻ, സൗത്ത് പ്രസിഡന്റ് വിപിൻ വർഗീസ്, മണ്ഡലം ജനറൽ സെക്രട്ടറി സുജിത്, ജില്ലാ സെക്രട്ടറി ആശ, രാമദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കോടാലി കടമ്പോട് ആനന്ദ കലാസമിതി വായനശാല ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ വായന കളരി സംഘടിപ്പിച്ചു. കവി പ്രകാശൻ ഇഞ്ചങ്കുണ്ട് ഉദ്ഘാടനം ചെയ്തു. ബാലവേദി പ്രസിഡന്റ് PA വൈഷ്ണവി അധ്യക്ഷത വഹിച്ചു. വായനശാല സെക്രട്ടറി PS അംബുജാക്ഷൻ, ബാലവേദി സെക്രട്ടറി ഇമാനുവൽ, ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. രാഷ്ട്രീയ വൈരാഗ്യത്തെ തുടർന്ന് UDF മുൻ കൌൺസിലറെയും സുഹൃത്തിനെയും വഴിയിൽ തടഞ്ഞു നിർത്തി മർദ്ദിച്ച സംഭവത്തിൽ 6 പേർക്കെതിരെ വടക്കാഞ്ചേരി പോലീസ് കേസെടുത്തു. മുൻ കൌൺസിലർ ജോയൽ മഞ്ഞില, സുഹൃത്ത് കണ്ണദാസൻ എന്നിവർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. സംഭവത്തിൽ പ്രതികളായ 6 CPM DYFI പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. പാർലിക്കാട് കനാൽ പാലത്തിന് സമീപം വെച്ചായിരുന്നു സംഭവം. സുഹൃത്തിനോടൊപ്പം ബൈക്കിൽ പോവുകയായിരുന്ന ജോയലിനെ പ്രതികൾ തടഞ്ഞു നിർത്തുകയും അസഭ്യം പറയുകയും കോളറിൽ പിടിച്ച് താഴെയിട്ട് മർദ്ദിക്കുകയുമായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. DCC ജനറൽ സെക്രട്ടറിമാരായ K അജിത് കുമാർ, NR സതീശൻ, ബ്ലോക്ക് പ്രസിഡന്റ് PG ജയദീപ്, സെക്രട്ടറിമാരായ EP ജയപ്രകാശൻ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. വാടാനപ്പള്ളി ജല അതോറിറ്റി അധികൃതരുടെ അനാസ്ഥയും കെടുകാര്യസ്ഥതയും മൂലം തൃത്തല്ലൂർ കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡിൽ ചേലോട് പാലത്തിനുമടുത്ത് കുടിവെള്ള പൈപ്പ് പൊട്ടി 3 ദിവസമായി കുടിവെള്ളം പാഴായി പോകുന്നു. ജല അതോറിറ്റി കരാറുകാരൻ JCB കൊണ്ട് റോഡ് പൊളിച്ചതാണ് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായി പോകാനിടയാക്കിയത്. അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ചേലോട് റെസിഡൻസ് അസോസിയേഷൻ പ്രതിഷേധ യോഗം ചേർന്നു. പ്രസിഡന്റ് ജയ തിലകൻ ചാളിപ്പാട്ടിന്റെ അധ്യക്ഷത വഹിച്ചു. ഖാദർ ചേലോട്, R സയ്യിദ് മുഹമ്മദ്, A ആനന്ദൻ, തേറമ്പിൽ PTR ശുശ്രുത ബാബു, സുരേഷ് തച്ചപ്പുള്ളി, PK ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. പോലീസിന്റെ അടിയന്തര പ്രതികരണ സംവിധാനത്തിന്റെ സേവനം ദുരുപയോഗം ചെയ്ത കേസിൽ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. തളിക്കുളം പത്താങ്കല്ല് സ്വദേശി പണിക്ക വീട്ടിൽ ഷാഹിദാണ് അറസ്റ്റിലായത്.
വധശ്രമ കേസിലെ പ്രതിയെ ലുക്കൌട്ട് സർക്കുലർ പ്രകാരം കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. എടവിലങ്ങ് സ്വദേശി മഞ്ഞോളി വീട്ടിൽ ജ്യോതിഷിനെയാണ് അറസ്റ്റ് ചെയ്തത്. വി മാധവിക്കുട്ടി രചിച്ച ഓർമ്മ ചിത്രങ്ങൾ എന്ന പുസ്തകം തൃശൂരിൽ പ്രകാശനം ചെയ്തു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെയും ചേറൂർ സാഹിതി സാംസ്കാരിക കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സാഹിത്യ അക്കാദമിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സാഹിത്യകാരായ അശോകൻ ചെരുവിൽ, എം ടി രത്നമ്മ, കെ രഘുനാഥൻ, കവി ഡോക്ടർ സി രാവുണ്ണി, കെ ഉണ്ണികൃഷ്ണൻ, പ്രൊഫസർ കെ സുലോചന, അപർണ ബാലകൃഷ്ണൻ തുടങ്ങിയവർ ചേർന്ന് പുസ്തകം വായനക്കാർക്ക് സമർപ്പിച്ചു. കനത്ത ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്ത് വേനൽ മഴ തുടരുന്നു. പകൽ കനത്ത താപനില അനുഭവപ്പെടുമ്പോഴും വൈകുന്നേരം മഴ ലഭിക്കുന്നത് വലിയ ആശ്വാസമാണ്. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 8-ാം തീയതി വരെ മഴ തുടരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ച മുന്നറിയിപ്പിൽ പറയുന്നു. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM Golden Diamonds, Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,675 രൂപ, പവന് 1,09,400 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM Golden Diamonds, Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വൻ വിജയത്തിന് പിന്നാലെ കേരളത്തിൽ പുതിയ സർക്കാർ രൂപീകരണത്തിനുള്ള നടപടികളിലേക്ക് കടന്ന UDF. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായി AICC നേതാക്കൾ MLA-മാരുടെ അഭിപ്രായം തേടും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ CPM-ലും CPI-ലും ഉൾപാർട്ടി ചലനങ്ങൾ. തൃശൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയം തിരിച്ചടിയായെന്നാണ് CPI-ൽ വിമർശനം. പരാജയം വിലയിരുത്താൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ ചേരും. ജില്ലയിൽ മുന്നണികൾക്ക് ലഭിച്ച വോട്ടിംഗ് ശതമാനത്തിൽ LDF-നൊപ്പം പിടിച്ച UDF. സീറ്റുകളുടെ എണ്ണത്തിൽ മുന്നേറാൻ കഴിയാത്തതിൽ UDF-ൽ നിരാശ. ഫലപ്രഖ്യാപനം കഴിഞ്ഞിട്ടും മണലൂരിൽ വിവാദങ്ങൾ കനക്കുന്നു. കോടതിയെ സമീപിക്കാനൊരുങ്ങി TN പ്രതാപൻ. അപരൻ പിടിച്ച 184 വോട്ടുകളും ഫലത്തെ സ്വാധീനിച്ചു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞു. മച്ചാട് ഗോപാലൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ഇടഞ്ഞ ആന തെങ്ങു മറിച്ചു. സംസ്ഥാനത്തെ ഹോട്ടലുകൾ നാളെ അടച്ചിടും. LPG വില വർധനയിൽ പ്രതിഷേധിച്ചാണ് ഹോട്ടലുകൾ അടച്ചിടുന്നത്. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ചലച്ചിത്ര നടൻ സന്തോഷ് K. നായർ അന്തരിച്ചു. വിടവാങ്ങിയത് വില്ലൻ വേഷങ്ങളിൽ ശ്രദ്ധേയനായ നടൻ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ.